നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ ശമ്പള പദ്ധതി വന്നിരിക്കുകയാണ്. ദുബായിൽ സർക്കാർ ജീവനക്കാർക്ക് ശരാശരി 10% ശമ്പള വർധനവ് ഇതോടുകൂടി ലഭിക്കാൻ തുടങ്ങും. പ്രൊഫഷണൽ ജീവനക്കാർക്ക് 9 മുതൽ 16% വരെ ശമ്പളം വർദ്ധിക്കുവാനും സാഹചര്യമുണ്ട്. ഇതോടൊപ്പം ജോലി സമയങ്ങളിലെ ഇളവുകൾ, ടെലിവർക്ക്, പാർട്ട് ടൈം ജോലിക്കായുള്ള സൗകര്യങ്ങൾ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ പുതിയ നയത്തിലുണ്ട്. എന്തായാലും അതിനെക്കുറിച്ചാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആ ബെൽ ഐക്കണും ഒന്നമർത്തണേ. ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി മാനവ വിഭവശേഷി സമഗ്രത്തിനായി ഉപയോഗപ്പെടുത്തുന്നതിൽ ദുബായിൽ ഒരു മാതൃകയാകുവാൻ ലക്ഷ്യമിട്ടാണ് ഇത്തരത്തിലെ പുതിയ നയങ്ങൾ ദുബായിൽ സ്വീകരിച്ചിരിക്കുന്നത്. പുതിയ ശമ്പള പദ്ധതി അനുസരിച്ച് സർക്കാർ ജീവനക്കാർക്ക് ശരാശരി 10% ശമ്പള വർധനവ് ലഭിക്കും. പ്രൊഫഷണൽ ജീവനക്കാർക്കാകട്ടെ 9 മുതൽ 16% വരെ ശമ്പളം വർദ്ധിക്കും. ദുബായിലെ സർക്കാർ ജീവനക്കാർക്കുള്ള പുതിയ ശമ്പള ഇൻക്രിമെന്റ് നയത്തിന് കിരീടാവകാശിയായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തുമാണ് അംഗീകാരം നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ അനുസൃതമായാണ് പുതിയ ശമ്പള ഘടനയ്ക്ക് രൂപം നൽകിയിരിക്കുന്നതെന്ന് കിരീടാവകാശി പറയുകയും ചെയ്തു. പുതിയ രംഗങ്ങളിൽ മികച്ച പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുവാൻ UAE-ക്ക് സാധിക്കുന്നത് മനുഷ്യ വിഭവശേഷിയുള്ള വിശ്വാസം കൊണ്ടാണ്. സർക്കാരിന്റെ മാനവ വിഭവശേഷി വികസിപ്പിക്കുവാനും ജീവനക്കാരുടെ സന്തോഷത്തിനും സ്ഥിരതയ്ക്കും പ്രഥമ പരിഗണന നൽകുവാനും ലക്ഷ്യമിട്ടാണ് ഈ തീരുമാനമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇതോടൊപ്പം ജോലി സമയത്തും ഇളവുകൾ ലഭിക്കും. ടെലിവർക്ക്, പാർട്ട് ടൈം ജോലിക്കായുള്ള സൗകര്യം തുടങ്ങിയവയും പുതിയ നയത്തിൽ നിർബന്ധമായി പറയുന്നുണ്ട്. പുതുതായി ബിരുദം നേടുന്ന സ്വദേശികൾക്കുള്ള മിനിമം ശമ്പളവും നിജപ്പെടുത്തിയിട്ടുണ്ട്. റിസ്ക് അലവൻസ്, എയർ ടിക്കറ്റ് അലവൻസ്, മെഡിക്കൽ ഇൻഷുറൻസ്, വിരമിക്കൽ ആനുകൂല്യങ്ങൾ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്ന പ്രധാന ഘടകങ്ങൾ തന്നെയാണ്. സ്ഥാനക്കയറ്റത്തിനുള്ള തുറന്ന അവസരങ്ങൾ, സുതാര്യത, ബജറ്റ് വിനിയോഗ നിയന്ത്രണം, തൊഴിലാളികൾ മത്സരക്ഷമതയും സർക്കാർ പദ്ധതികൾക്ക് ആവശ്യമായ ആസൂത്രണവും ഉറപ്പാക്കുന്നതിനുള്ള പദ്ധതികൾ തുടങ്ങിയവയും പുതിയ നയത്തിന്റെ ഭാഗം തന്നെയാണ്. കരിയർ ഗ്രേഡ് പ്രോസ്മെന്റ് കമ്മിറ്റി എന്ന പേരിൽ പുതിയൊരു സമിതിക്കും കിരീടാവകാശി രൂപം നൽകിയിട്ടുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. വിവിധ മണ്ഡലങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ശമ്പള പരിഷ്കരണത്തിന്റെ വിശദാംശങ്ങൾ നിർണ്ണയിക്കുന്നത് ഈ കമ്മിറ്റി ആയിരിക്കും. അതുമാത്രമല്ല, ലോകത്തെ ഏറ്റവും വലിയ ഇന്നോവേഷൻ ഡിസ്ട്രിക്ട് ഒരുക്കുവാൻ ദുബായ് സംരംഭകർക്കായി $272 മില്യൺ സപ്പോർട്ട് നൽകുമെന്നും ദുബായ് ഭരണാധികാരി വ്യക്തമാക്കി. ദുബായ് വേൾഡ് ട്രേഡ് സെന്റർ, എമിറേറ്റ്സ് ടവർ, ദുബായ് ഇന്റർനാഷണൽ ഫിനാൻസ് സെന്റർ എന്നിവയെ കണക്ട് ചെയ്യുന്നത് കൂടിയാണ് ദുബായ് ഫ്യൂച്ചർ ഡിസ്ട്രിക്ട്. 2025-നകം ദുബായ് ഫോറിൻ ട്രേഡ് വിപുലീകരിക്കുവാൻ 2 ട്രില്യൺ ദിനാർ നിക്ഷേപം ലക്ഷ്യമിടുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. UAE-യുടെ ഭാവി രൂപപ്പെടുത്തുന്നതിന് നിർണായക പങ്ക് വഹിക്കുന്ന നിർമ്മിത ബുദ്ധിയായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയിൽ ഊന്നിയുള്ള പുതിയ സംരംഭങ്ങൾക്കാണ് തുടക്കമായിരിക്കുന്നത്. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം സംരംഭങ്ങൾക്ക് തുടക്കമിടുകയും ചെയ്തിട്ടുണ്ട്. നാഷണൽ പ്രോഗ്രാം ഫോർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രഖ്യാപിച്ച പരിപാടിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രഖ്യാപനം. ഭാവിയിൽ നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യയിലൂടെ നേടാവുന്ന അവസരങ്ങൾ, വെല്ലുവിളികൾ, വിവിധ മേഖലകളിൽ പുതിയ സാങ്കേതിക വിദ്യയുടെ പങ്ക് എന്നിവയും പരിപാടിയിൽ ചർച്ചയായിരിക്കും. പൊതു സ്വകാര്യ മേഖലയിലെ 350-ലധികം വിദഗ്ധർ ഇതിൽ ഭാഗമാവുകയും ചെയ്തിട്ടുണ്ട്. ഭാവി സർക്കാരുകളുടെ പ്രവർത്തന പദ്ധതിയിലൂടെ ഒരു പ്രധാന ഘടകം തന്നെയാണ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നുള്ളത്. എന്തായാലും ഇങ്ങനെ ഒരുങ്ങുന്ന വമ്പം പദ്ധതികൾ പ്രവാസികൾക്ക് ഉപകാരം ആകുമെന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.